ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹായ്, എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ വിഷയം ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അബ്ബാസിയ കാലഘട്ടത്തിലെ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന ഇബ്നുൽ അമീദ്. ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ ലോകത്തേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും കൗതുകകരമായൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അബുൽ ഫദൽ മുഹമ്മദ് ഇബ്നുൽ ഹുസൈൻ എന്ന അദ്ദേഹത്തിന് രണ്ടാമത്തെ ജാഹിൽ എന്ന ഇത്രയും വലിയൊരു പേര് കിട്ടിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മളിന്ന് മുന്നോട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു ഈ ഇബ്നുൽ അമീദ്? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബുൽ ഫദൽ മുഹമ്മദ് ഇബ്നുൽ അൽ ഹുസൈൻ. പേർഷ്യൻ വംശജനായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് ഇബ്നുൽ അമീദ് എന്ന പേരിലാണ്. ഈ പേരൊന്ന് ഓർത്തു വെച്ചോളൂ, കാരണം അക്കാലത്ത് ഈ പേര് അറിവിന്റെയും അധികാരത്തിന്റെയും ഒരു സിമ്പിൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില വർഷങ്ങൾ നോക്കൂ. ഹിജ്റ 297 പേർഷ്യയിലെ ഖും എന്ന നഗരത്തിലാണ് ജനനം. പിന്നീട് ഹിജ്റ 328 ആയപ്പോഴേക്കും ബുഐഹി ഭരണാധികാരിയായിരുന്ന റുക്നുദ്ദൗലയുടെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയായി. അവസാനം ഹിജ്റ 360 റൈ എന്ന പട്ടണത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ജനനം മുതൽ മന്ത്രിപദം വരെ, പിന്നെ മരണം, ഈ ഒരു ടൈം ലൈൻ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോ നമ്മുടെ ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. രണ്ടാമത്തെ ജാഹിള് എന്തുകൊണ്ട്? അതിന്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം അദ്ദേഹം തന്റെ കാലഘട്ടത്തിലെ എഴുത്തിന്റെ സുൽത്താനായിരുന്നു എന്നതാണ്. ഒരു ചക്രവർത്തിയെപ്പോലെ അദ്ദേഹം വാക്കുകളെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ പേനയ്ക്ക് അസാധാരണമായ ഒരു ശക്തിയുണ്ടായിരുന്നു. പ്രമുഖ പണ്ഡിതനായ അസ്സാലിബിയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. എന്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റാണല്ലേ. എഴുത്തിന്റെ കല തുടങ്ങിവെച്ചത് അബ്ദുൽ ഹമീദാണെങ്കിൽ അതതിന്റെ പൂർണ്ണതയിൽ അവസാനിപ്പിച്ചത് ഇബ്നുൽ അമീദാണ്. അതായത് അറബി ഗദ്യസാഹിത്യം അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ അതിന്റെ പീക്കിലെത്തിയത് ഇബ്നുൽ അമീദിലൂടെയാണെന്ന്. ഇതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഒരു എഴുത്തുകാരന് കിട്ടാനില്ല, അല്ലേ? അപ്പോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റൈലിന്റെ ആ ഒരു മാജിക്? പ്രധാനമായും സജോ എന്നറിയപ്പെടുന്ന പ്രാസംഗികമായ ഗദ്യം, വാക്കുകൾക്കൊരു പ്രത്യേക താളം നൽകുന്ന രീതി, അതോടൊപ്പം ബദിയ എന്ന അലങ്കാരശാസ്ത്രത്തിലെ അത്ഭുതകരമായ പ്രയോഗങ്ങൾ. കത്തെഴുതുന്ന തറസുല്ലായാലും സാധാരണ ഗദ്യമായ ഇൻഷാ ആയാലും ഈ ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്യത്തിനും ഒരു സംഗീതം കൊടുത്തു, ഒരാഴം കൊടുത്തു. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്. അദ്ദേഹത്തിന്റെ ഇൻസ്പിരേഷൻ ആരായിരുന്നു എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സാക്ഷാൽ ജാഹിലിനെക്കുറിച്ച് ഇബ്നുൽ അമീദ് തന്നെ പറഞ്ഞ വാക്കുകളാണിത്. ജാഹിലിന്റെ പുസ്തകങ്ങൾ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് ലോജിക്കാണ്, യുക്തിയാണ്. സാഹിത്യം രണ്ടാമതേ വരുന്നുള്ളൂ. അപ്പോൾ അറിവിനും യുക്തിക്കും പ്രാധാന്യം നൽകിയ ജാഹിലിന്റെ അതേ വഴിയിലാണ് താനും സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹം ഇതിലൂടെ പറയാതെ പറയുകയായിരുന്നു. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിവ് സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മറ്റൊരു ശക്തമായ മുഖമാണ്. അദ്ദേഹം ഒരേ സമയം ഒരു പവർഫുൾ മന്ത്രിയും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു സ്കോളറുമായിരുന്നു. ഈ സ്ലൈഡ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ആ ഡബിൾ റോള് നോക്കൂ. ഒരു വശത്ത് റുക്നുദ്ദൗലയുടെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി, അതുമാത്രമല്ല ആവശ്യമെങ്കിൽ ഒരു സൈന്യത്തെ നയിക്കാൻ കഴിവുള്ള ഒരു പട്ടാള മേധാവി, മറുവശത്ത് ഫിലോസഫിയിലും ആസ്ട്രോണമിയിലുമൊക്കെ ആഴത്തിലുള്ള അറിവുള്ള ഒരു പണ്ഡിതൻ. ഈ ഒരു അപൂർവ കോമ്പിനേഷൻ, അതായത് സാഹിത്യത്തിലും ശാസ്ത്രത്തിലുമുള്ള ഈ കഴിവ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ഉസ്താദ്, അതായത് മാസ്റ്റർ അല്ലെങ്കിൽ ഗുരു എന്നൊരു പേരുകൂടി കിട്ടിയത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സീനിലേക്ക് പോകാം. അറബി കവിതയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരായ അൽ മുത്തനബ്ബിയുമായി അദ്ദേഹം കണ്ടുമുട്ടിയ ആ ഒരു കഥ. അതുമാത്രം മതി അദ്ദേഹത്തിന്റെ പവറും സ്വാധീനവും എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. മുത്തനബ്ബി തന്നെ പ്രകീർത്തിച്ച ഒരു കവിത ചൊല്ലിയപ്പോൾ ഇബ്നുൽ അമീദ് സമ്മാനിച്ചത് എത്രയാണെന്നോ? 3000 ദീനാർ, അതായത് 3000 സ്വർണ്ണനാണയങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിൽ അതൊരു ഭീമൻ തുകയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ സമ്പത്ത് മാത്രമല്ല, കലയോടും കലാകാരന്മാരോടുമുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനവും ഔദാര്യവും വ്യക്തമാക്കുന്നുണ്ട്.
ഇതാണ് മുതനബി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ആ വിഖ്യാതമായ കവിതയുടെ ആദ്യ വരികൾ. ആലോചിക്കണം, തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കവിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രശംസ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതോടെ ഇബ്നുൽ അമീദിന്റെ പേര് ചരിത്രത്തിൽ എന്നേക്കുമായി എഴുതി ചേർക്കപ്പെട്ടു. അപ്പോ ഇത്രയൊക്കെ മഹത്വങ്ങളുണ്ടായിരുന്ന ഈ മനുഷ്യൻ ചരിത്രത്തിൽ എന്താണ് ബാക്കിവെച്ചത്? അദ്ദേഹത്തിന്റെ ലെഗസി എന്തായിരുന്നു? നമുക്ക് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയും പ്രധാനപ്പെട്ട കൃതികളെയും പറ്റിയൊന്ന് നോക്കാം. ഒരു നല്ല ഗുരുവിന്റെ ഏറ്റവും വലിയ അടയാളം ഒരു മഹാനായ ശിഷ്യനായിരിക്കും, അല്ലേ? ഇബ്നുൽ അമീദിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നറിയാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായ അസ്സാഹിബ് ഇബ്നു അബ്ബാദിനെ നോക്കിയാൽ മതി. ഗുരുവിന്റെ പാത പിന്തുടർന്ന് പിൽക്കാലത്ത് അദ്ദേഹവും വലിയൊരു മന്ത്രിയും സാഹിത്യകാരനുമായി മാറി. തന്റെ ഗുരുവിനോടുള്ള അസ്സാഹിബ് ഇബ്നു അബ്ബാദിന്റെ ബഹുമാനം കാണിക്കുന്ന ഒരു കിടിലൻ വാചകമാണിത്. ഒരിക്കൽ ബഗ്ദാദിനെക്കുറിച്ച് ഗുരു ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: രാജ്യങ്ങൾക്കിടയിൽ ബഗ്ദാദിന്റെ സ്ഥാനം എന്താണോ അതുതന്നെയാണ് മനുഷ്യർക്കിടയിൽ എന്റെ ഗുരുവായ അങ്ങയുടെ സ്ഥാനവും. അതായത് മഹാനായ ഗുരുവിനെ മഹാനഗരമായ ബഗ്ദാദിനോടാണ് അദ്ദേഹം ഉപമിച്ചത്. എങ്ങനെയുണ്ട്? പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ സ്ലൈഡ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട കൃതികളാണിത്. ബിനാ ഉൽ മുദൻ, അൽ മദ്ഹബ് ഫിൽ ബലാഖയ, ദീവാനു റസായിൽ, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക സംഭാവനകളാണ്. ഈ പേരുകളും അത് ഏതു വിഷയത്തിലുള്ളതാണെന്നും ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇബ്നുൽ അമീദ് ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. ഒരേ സമയം ഒരു എഴുത്തുകാരൻ, ഒരു ഭരണാധികാരി, ഒരു ചിന്തകൻ, എല്ലാം ഒരാളിൽ. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏത് വശമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതായി തോന്നുന്നത്? ഒരു സാഹിത്യകാരൻ എന്ന നിലയിലാണോ അതോ ശക്തനായ ഒരു മന്ത്രി എന്ന നിലയിലാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.